आदाब। हमारे सबक का हमारी किताब का 5वां सबक एक गज़ल है। वो गज़ल उर्दू के मशहूर शायर शहरयार ने लिखा है। शहरयार कौन है? वो आपके किताब के 35वीं सफ़हा में बयान किया गया है। मैं एक बार पढ़ूँगा। शहरयार 1936 से 2012 तक। शहरयार का असल नाम अखलाक मोहम्मद ख़ान है। उनकी पैदाइश 16 जून 1936 को ज़िला आनोला बरेली यूपी में हुई। बरेली यूपी में हुई। लिखने पढ़ने का शौक़ बचपन से ही था। चुनांचे उर्दू ज़ुबान में MA और PhD करने के बाद शोबा उर्दू अलीगढ़ मुस्लिम यूनिवर्सिटी में लेक्चरर की हैसियत से उनका तकर्रुर हुआ। उनको कई एजाज़ात से नवाजा जा चुका है। 7वां दर उनका शायरी मजमुआ है। इसके अलावा उनके दूसरे कई शायरी मजमुए शाये हो चुके हैं। शहरयार ने बहुत से फ़िल्मी गीत भी लिखे जिनको अवाम में बहुत मकबूलियत हासिल हुई। 2008 ईस्वी उनको ज्ञानपीठ अवार्ड से भी नवाजा गया। शहरयार की पैदाइश 1936 में है। 1936 शहरयार जनिക്കുന്നത്। 2020 में उसकी वफ़ात हुई। 2012 അദ്ദേഹം മരണപ്പെട്ടു। शहरयार का असल नाम ओरिजिनल नेम अखलाक मोहम्मद ख़ान है। उनकी पैदाइश 16 जून 1935 को ज़िला आनोला डिस्ट्रिक्ट में वो यूपी के बरेली में है, वहाँ हुई। लिखने पढ़ने का शौक़ बचपन से ही था। लिखना पढ़ना എഴുതാനും വായിക്കാനുമുള്ള शौक़ താല്പര്യം बचपन से ही था। बचपन चाइल्डहुड കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു। चुनांचे उर्दू ज़ुबान में MA और PhD करने के बाद शोबा उर्दू अलीगढ़ मुस्लिम यूनिवर्सिटी में लेक्चरर की हैसियत से उनका तकर्रुर हुआ। चुनांचे ഇത് കാരണം उर्दू ज़ुबान में उर्दू ഭാഷയിൽ MAയും PhDയും करने के बाद ചെയ്ത ശേഷം शोबे उर्दू डिपार्टमेंट ऑफ उर्दू अलीगढ़ मुस्लिम यूनिवर्सिटी में लेक्चरर की हैसियत से लेक्चरറായി उनका तकर्रुर हुआ। അദ്ദേഹത്തിൻ്റെ നിയമനം ഉണ്ടായി। उनको कई एजाज़ात से नवाजा जा चुका है। അദ്ദേഹത്തെ ധാരാളം एजाज़ात അവാർഡ്സിനാൽ നവാजा जा चुका है, ആദരിക്കപ്പെട്ടിരിക്കുന്നു। 7वां दर उनका शायरी मजमुआ है। അദ്ദേഹത്തിൻ്റെ कलेक्शन ऑफ पोएമാണ് 7वां दर। उसके अलावा उनके दूसरे कई शायरी मजमुए शाये हो चुके हैं। उसके अलावा ഇത് കൂടാതെ उनके दूसरे कई शायरी मजमूहे അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതാ സമാഹാരങ്ങൾ ഷായി ഹോ ചുക്കെ हैं, पब्लिश्ड പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്। शहरयार ने बहुत से फिल्मी गीत भी लिखे। शहरयार ധാരാളം फिल्मी गीत फिल्म सॉन्ग्स लिखे एഴുതി जिनको अवाम में बहुत मकबूलियत हासिल हुई। उनको अवाम में कॉमन पीपल സാധാരണക്കാരിൽ बहुत मकबूलियत വളരെയധികം एक्सेप्टेंस मकबूलियत हासिल हुई ഉണ്ടായി। 2008 उनको ज्ञानपीठ अवार्ड से भी नवाजा गया। അദ്ദേഹത്തിന് ജ്ഞാനപീഠം अवार्ड ലഭിച്ചു। हम शुरू करेंगे उसकी गज़ल। उसका मतला जुस्तजू जिसकी थी उसको तो न पाया हमने, उस बहाने से मगर देख ली दुनिया हमने। जुस्तजू അന്വേഷണം जिसकी थी ആരെയായിരുന്നോ ഉസ്കോ തോ ന പായ ഹംനെ അദ്ദേഹത്തെ ഇനിയും നമുക്ക് ലഭിച്ചില്ല।
ഉസ് ബഹാനെ സെ ഈ ഒരു അഭിനയം ബഹാന നാടകം മഗർ ദേഖ്ലി ദുനിയ ഹംനെ ഈ ഒരു അഭിനയത്തിലൂടെ ലോകത്തെ നാം കണ്ടു കഴിഞ്ഞു. ഗസലിൽ സാധാരണ ആഷിക്ക് മഖ്സൂസ് കഹനെ വാലെ അൽഫാസ് ഹോഗ ആഷിക്ക് മാഷൂക്കിനോട് പറയുന്നതാണ്. ഏതൊരു മാഷൂക്കിനെയാണോ ഇതുവരെയും അദ്ദേഹം തിരഞ്ഞു നടന്നിരുന്നത്, ഷായർ അല്ലെങ്കിൽ ആഷിക്ക് തിരഞ്ഞു നടന്നിരുന്നത്, അദ്ദേഹത്തെ ഇപ്പോഴും ലഭിച്ചില്ല. അപ്പം ആഷിക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ സാധാരണയിലുള്ള കാമുകന്മാരാകാം, അല്ലെങ്കിൽ ദൈവമാകാം. അപ്പം ആരെയാണെങ്കിലും, അപ്പം കാമുകിയാണെങ്കിൽ കാമുകിയെ തിരഞ്ഞ് കുറേ കാലമായി നടക്കുന്നു, പക്ഷേ ഇതുവരെ അവളെ ലഭ്യമായില്ല. ഇനി ദൈവത്തെ ആണെങ്കിൽ ദൈവത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുവരെയും ലഭിച്ചില്ല. പക്ഷേ ഈ ഒരു നാടകം അല്ലെങ്കിൽ ഈ ഒരു അഭിനയം, അതായത് മാഷൂക്കിനെപ്പോഴും ആഷിക്കിനോട് ഇഷ്ക് ഉണ്ടാകും, പക്ഷേ ആ ഇഷ്ക് പ്രകടമാക്കാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറി അഭിനയിക്കുകയാണ് മാഷൂക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും. ദൈവത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ മുന്നിൽ പെട്ടെന്ന് തൻ്റെ സാമീപ്യം കാണിക്കാതെ ദൈവം അവരെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഈ ഒരു അഭിനയത്തിലൂടെ ലോകത്തെ നാം മനസ്സിലാക്കി. ഇപ്പോൾ ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഈ മാഷൂക്കിൻ്റെ അഭിനയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുമെന്നും, അതല്ലെങ്കിൽ ഏത് കാര്യത്തിലും ലോകം ഒരു മിഥ്യയാണ്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നാം പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെയല്ല ഒന്നും എന്നൊക്കെയാണ് കവി ഇതിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജിസ്തജു ജിസ്കീത്തി ഉസ്കോത്തോന പായ ഹംനെ ഉസ് ബഹാനെ സെ മഗർ ദേഖ്ലി ദുനിയ ഹംനെ ഹം जिसकी जुस्तजू करती थी, तलाश करती थी, उसको हम नहीं पाया, और जिसको हम तलाश करते हैं उसके बहाने से, उसकी प्रिटेंस से हम दुनिया की सही हालत समझ किया. दूसरा शेर, सबका अहवाल वही है जो हमारा है आज, ये अलग बात के शिकवा किया तन्हा हमने. सबका अहवाल वही है, सबका എല്ലാവരുടെയും അഹ്വാൽ ഹാൽ കാ ജമ്മു ഹെ അവസ്ഥ, വഹി ഹെ ഇത് തന്നെയാണ്, ജോ ഹമാരാ ഹെ ആജ് ഏതാണോ നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് ലോകത്തെ എല്ലാവരുടെയും അവസ്ഥ. ഹമാരി ഹാലത്ത് ജോ ഹെ വഹി ദുനിയാ കെ സബ് ലോഗോं की हालत. ये अलग बात के शिकवा किया तन्हा हमने. ये अलग बात है ഇത് മറ്റൊരു കാര്യം. കെ ദാറ്റ് ശിക്വാ കിയ തൻഹ, ശിക്വാ കിയ കംപ്ലൈൻറ്റഡ് പരാതിപ്പെട്ടു, തൻഹ ഒറ്റക്ക്, ഹംനെ നാം. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ലോകത്ത് എൻ്റെ അവസ്ഥ തന്നെയാണ്, പക്ഷെ ഞാൻ മാത്രം ഇത് തുറന്നു പറയുന്നേ ഉള്ളൂ, ഞാൻ മാത്രം ഇതൊരു പരാതിയായി പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ദുനിയാമേം സബ്കാ ഹാൽ മേരി ഹാൽ കി ജൈസി ഹെ ലേക്കിൻ മേം തൻഹ ശിക്വ കർത്താഹും. ഞാൻ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള പ്രയാസങ്ങൾ ലോകത്ത് എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതം എൻ്റെ ജീവിതം പോലെ തന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നാടകങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് സാരം. ഖുദ് പശേമാൻ ഹുയെ ന ഉസേ ശർമിന്ദ കിയ ഇഷ്ക് കി വസ കോ ക്യാ ഖൂബ് നിഭായ ഹംനെ. അങ്ങനെയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൻ്റെ വരികൾ തന്നെ മറ്റു ചില സ്ഥലത്തുള്ളത് തുജ്കോ റുസ്വാന കിയ ന ഉസേ ശർമിന്ദ കിയ ഇഷ്ക് കി റസ്മ് കി ഇസ്തര നിഭായ ഹംനെ. അങ്ങനെയും കാണുന്നുണ്ട്. ഖുദ് പശേമാൻ ഹുയെ നാം സ്വയം പശേമാൻ ഹൊന എന്ന് വെച്ചാൽ ശർമിന്ദ ഹൊന നാണം കെട്ടു പോവുക. അതായത് ഈ ഇഷ്കിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ സ്വയം നാണം കെട്ടുപോയി. പക്ഷേ എന്നെ ഉസയെ ശർമിന്ദാക്കിയ അവളെ നാണം കെടുത്തിയില്ല, മാഷൂക്കിനെ ഒരിക്കലും ഞാൻ നാണം കെടുത്തിയിട്ടില്ല. ഇഷ്ക് കി വസക്കോ ക്യാ ഹൂബ് നിബായ ഹംനെ. ഇഷ്ക് എന്ന ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ആചാരത്തെ ക്യാ ഹൂബ് എത്ര നന്നായിട്ടാണ് നിബായ ഹംനെ നാം നിറവേറ്റിയിരിക്കുന്നത്. ഇഷ്കിന് വേണ്ടി ഇറങ്ങുന്ന മാഷൂക്ക് പലപ്പോഴും ആഷിക്കിനെ നാണം കെടുത്തും, പക്ഷെ ആഷിക്ക് ഒരിക്കലും മാഷൂക്കിനെ നാണം കെടുത്താൻ ശ്രമിക്കുകയില്ല. ഇഷ്കിനെ എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് ഭംഗിയായി തന്നെ നിറവേറ്റാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ്
ആഷിക്ക്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് ദൈവവുമായി സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ദൈവം എപ്പോഴും താൻ ഇഷ്ടപ്പെടുന്ന അടിമകളെ പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ പരീക്ഷണത്തിനെയൊക്കെ വിജയിക്കാനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനോട് ഇഷ്കുള്ള അടിമകൾ ശ്രമിക്കുക. ഉംർ ബർ സച്ച് ഹി കഹാ സച്ച് കെ സിവ കുച്ച് ന കഹാ അജ്ർ ക്യാ ഉസ്കാ മിലേഗ യേന സോച്ച ഹംനെ. ഉംർ ബർ ആയുഷ്കാലം മുഴുവൻ സച്ച് ഹി കഹ സത്യം മാത്രം പറഞ്ഞു. സച്ച് കെ സിവ കുച്ച് ന കഹ സത്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അജ്ർ ക്യാ ഉസ്കാ മിലേഗ എന്താണ് ഇതിൻ്റെ കൂലി ലഭിക്കുക എന്ന് യേന സോച്ച ഹംനെ നാം ആലോചിച്ചിട്ടില്ല. പിഷ്കിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എപ്പോഴും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരിക്കലും അസത്യമായി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ സത്യത്തിലൂടെ നീങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളെ നോക്കാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ആലോചിക്കാതെ സത്യത്തിലൂടെ മാത്രം നാം ജീവിതം മുന്നോട്ട് നയിച്ചു എന്നാണ് കവി പറയുന്നത്. ഉംർ ബർ ഹം സച്ച് ഹി കഹ സച്ച് കെ സിവ കുച്ച് ന കഹ मैं नहीं सोचा कि इस सच कहने का और सच करने का अजर क्या होगा. और शेर का गज़ल का आखिरी शेर यानी गज़ल का मकता कौन सा कहर ये आँखों पर हुआ है नाजिल एक मुद्दत से कोई ख्वाब न देखा हमने. कौन सा कहर, कौन सा എന്തൊരു കഹർ, അപകടം, മുസീബത്ത്, ഈ ആങ്കോംപ ഹുവാ ഹേ നാസിൽ ഈ കണ്ണുകളിൽ അവതരിച്ചിരിക്കുന്നു. നാസിൽ ഹോന അവതരിക്കുക, ഇറങ്ങുക. ഏക്ക് മുദ്ദസ്സെ കൊയ്യ് ഖ്വാബിന ദേക്ക ഹംനെ. ഏക്ക് മുദ്ദസ്സെ കാലങ്ങളായി, കൊയ്യ് ഖ്വാബിന ദേക്ക ഒരു സ്വപ്നവും കണ്ടില്ല, ഹംനെ നാം. അപ്പം ഒരുപാട് കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഒരു സ്വപ്നവും കണ്ടില്ല. സ്വപ്നം കണ്ടില്ല എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണം. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങാറില്ല. ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഒരു സ്വപ്നവും കാണുന്നില്ല. അപ്പം തൻ്റെ ഉറക്കം കെടുത്തുന്ന പ്രയാസങ്ങളാണ് ഇഷ്കിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ഹമാരെ ആങ്കോं पर क्या मुसीबत आ गई है कोई मुद्दत तक नींद नहीं आता है और ख्वाब भी नहीं देखता है. ये है गज़ल. उसके नए अल्फाज के जुस्तजू तलाश बहाना प्रिटेंस एक्सक्यूज़ अहवाल हाल की जमा അവസ്ഥകൾ. പസേമാൻ ഹോന ശർമിന്ദ ഹോന നാണം കെടുക. ഫസ തർസ് സ്റ്റൈൽ. നിബാന ടു മെയിൻറ്റെയിൻ. कहर मुसीबत अवगढ़. और उसके सरगर्मियाँ झेल के अशार का मफ़हूम अपने अल्फाज में लिखिए. താഴെ കൊടുത്തിരിക്കുന്ന ഷെയറുകളുടെ മഫ്ഹൂം എഴുതാനാണ്. ഖുദ് പശേമാൻ ഹുയെ ന ഉസെ ശർമിന്ദ കിയ ഇഷ്ക് की वजह को क्या खूब निभाया हमने. इसका मफहूम ये शेर उर्दू के मशहूर गज़ल गो शायर अखलाक खान शहरयार की गज़ल से लिया गया है. उसमें शायर इश्क के बारे में कहता है और माशूक की तरफ इशारा करते हुए वो कहता है हम इश्क के मैदान में आने के बाइस खुद शर्मिंदा हुए लेकिन कभी वो माशूक को शर्मिंदा नहीं किया. हम यानी आशिक इश्क की रस्म को बहुत अच्छी तरह निभाया है. दूसरा शेर उम्र भर सच ही कहा सच के सिवा कुछ न कहा अजर क्या उसका मिलेगा ये न सोचा हमने. उम्र भर हम सच ही कहा सच के सिवा कुछ नहीं कहा मैं नहीं सोचा कि ये सच कहने से मुझे क्या अजर मिलेगा. और दो ज्ञानपीठ अवार्ड याफ्ता എന്ന് വെച്ചാൽ ജ്ഞാൻപീഠം അവാർഡ് ലഭിച്ച കൊയ് ദോ ഉറുദു ഷേറാക്കെ നാം ഏതെങ്കിലും രണ്ട് ഉറുദു കവികളുടെ പേര് എഴുതാനാണ്. ഒന്ന് ഇയാൾ തന്നെയാണ് അഖ്ലാഖ് ഖാൻ ഷഹർയാർ, മറ്റൊന്ന് സർദാർ അലി ജഅഫരി ആണ്. ഇസ് ഗസൽ കെ മഫ്ഹൂം പർ ബഹസ് കീജിയെ. ഈ ഗസലിൻ്റെ ആശയം എഴുതാനാണ്. ഇപ്പോൾ രണ്ട് വരി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ള വരികളിൽ ഒന്നാമത്തത് ജുസ്തജോ ജിസ്കീത്തി ഉസ്കോ തോ നപ്പായ ഹംനെ इस बहाने से मगर देख ली दुनिया हमने. हम
जिसकी जस्तजू तलाश करती है वो उसे हम अभी तक नहीं मिला, उसे अभी तक नहीं मिला, और इस बहाने से हम दुनिया की हालत समझ लिया। दूसरा शेर, सबका अहवाल वही है जो हमारा है आज, ये अलग बात का शिकवा किया तन्हा हमने। लोग के हर आदमी की हालत मेरी हालत की जैसी है, लेकिन ये सही बात है कि उन्होंने शिकवा नहीं किया, मैं शिकवा किया। और तीसरे शेर का मफ़हूम मैं बोला और चौथा भी बोला, और उसके बाद कौन सा कहर ये आंखों पे हुआ है नाजिल, एक मुद्दत से कोई ख्वाब न देखा हमने। कौन सा कहर, ये शेर का मकता है। उसमें शायर कहता है कि मेरी आंखों में क्या मुसीबत नाजिल हुई है, उसके सबब से अभी तक नींद नहीं आता है, मुद्दतों से नींद नहीं आता है, और इसलिए ख्वाब भी नहीं देखा है। शुक्रिया।